നമസ്തേ, ഞാൻ ഗായത്രി പി. ചാനൽ വിദ്യാധിരാജയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ വിദ്യാധിരാജ 2ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. 2019 നവംബർ 1-നാണ് ചാനൽ വിദ്യാധിരാജ ആദ്യമായി സംപ്രേഷണം ചെയ്യുന്നത്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് ഒന്ന് പോകാം. നമസ്കാരം. ചാനൽ വിദ്യാധിരാജയിലേക്ക് സ്വാഗതം. പരമപട്ടാര കേന്ദ്രീയ വിദ്യാലയത്തിൽ വ്യക്തിത്വ വികസന പരിശീലനം സംഘടിപ്പിച്ചു. വടയമ്പാടി പരമപട്ടാര കേന്ദ്രീയ വിദ്യാലയത്തിൽ പുത്തൻകുരിശ് റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വ്യക്തിത്വ വികസന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ VN അപ്പുക്കുട്ടൻ പിള്ള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുത്തൻകുരിശ് റോട്ടറി ക്ലബിന്റെ പ്രസിഡന്റ് റൊട്ടേറിയൻ സജി CM, സെക്രട്ടറി റൊട്ടേറിയൻ നാരായണൻ എന്നിവർ ചേർന്ന് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ പരിശീലകരായ ബെന്നി ജോർജ്, പ്രവീൺ കണ്ടന്തറയിൽ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ എടുത്തു. വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും ലക്ഷ്യബോധം ദൃഢപ്പെടുത്തുവാനും കർമ്മകുശലത, അഭിമാനം, ജാഗ്രത എന്നിവ വളർത്തുവാനും പരിശീലന പരിപാടി സഹായിച്ചു. റൊട്ടേറിയൻ സജി CM അധ്യക്ഷത വഹിച്ച പരിശീലന പരിപാടിയുടെ സമാപന ചടങ്ങിൽ റോട്ടറി ക്ലബിന്റെ ഡിസ്ട്രിക്ട് ഗവർണറായ ജോജി ഏലൂർ പരിശീലനം സിദ്ധിച്ച വിദ്യാർത്ഥികൾക്ക് സാക്ഷ്യപത്രം വിതരണം ചെയ്തു. സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളായ സജീവ് NR, ശ്രീ DC നായർ, സ്കൂൾ പ്രിൻസിപ്പൽ സതീയൻ, റിയ മർക്കോസ് എന്നിവർ പ്രസംഗിച്ചു. ഇന്നു മുതൽ എല്ലാ ഞായറാഴ്ചകളിലും പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലുമാണ് കൂട്ടുകാരുടെ മുന്നിൽ ചാനൽ വിദ്യാധിരാജ എത്തുന്നത്. വിവിധ പരിപാടികൾ ചേർന്ന് വിജ്ഞാനവും വൃത്താന്തവും വിനോദവും ചേർന്നതാണ് ഈ പ്രതിവാര സംപ്രേഷണം. എന്നാൽ പിന്നെ ഇന്നത്തെ കാര്യക്രമങ്ങളിലേക്ക് കടക്കാം. ആദ്യമായി ഒരു വിജയഗാഥയിൽ തുടങ്ങാം. അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയിൽ നിന്നും MTechൽ 2ാം റാങ്ക് കരസ്ഥമാക്കിയ എൽദോ ചേട്ടനുമായുള്ള സ്നേഹ സംഭാഷണം. ചേട്ടൻ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. എൽദോ ചേട്ടനുമായി മാളവ ചേച്ചി നടത്തുന്ന സ്നേഹ സംഭാഷണത്തിലേക്ക്. നമസ്തേ, ചാനൽ വിദ്യാധിരാജയിലേക്ക് സ്വാഗതം. സ്നേഹ സംഭാഷണത്തിന്റെ ഈ തലത്തിൽ നമുക്കൊപ്പമുള്ളത് പരമപട്ടാര കേന്ദ്രീയ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും APJ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന വിഷയത്തിൽ MTechന് 2ാം റാങ്ക് കരസ്ഥമാക്കിയ എൽദോ ചേട്ടനാണ്. ചേട്ടൻ നമസ്കാരം. വലിയൊരു വിജയം സ്വന്തമാക്കി മാതൃവിദ്യാലയത്തിൽ വന്നിരിക്കുന്ന ചേട്ടന്റെ മുന്നിലിരിക്കുന്നത് വലിയ അഭിമാനത്തോടു കൂടിയാണ്. LKG മുതൽ സീനിയർ സെക്കൻഡറി വരെ ഇവിടെ പഠിച്ച PBKV എന്ന നിലയിൽ ഇവിടെ വരുമ്പോൾ എന്താണ് ഇപ്പോൾ തോന്നുന്നത്? വളരെ സന്തോഷം. അതായത് കുറെ വർഷങ്ങൾക്ക് ശേഷം 3-4 വർഷമായി എന്തായാലും സ്കൂളിൽ വന്നിട്ട് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന മാനേജ്മെന്റിനോടുള്ള നന്ദി മുന്നമേ അറിയിക്കുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു അധ്യാപക വിദ്യാർത്ഥി ബന്ധം വളരെ നല്ല രീതിയിൽ ഈ സ്കൂളിൽ നിന്ന് പഠിക്കാൻ സാധിച്ചു. അത് MTech ലൈഫിലാണെങ്കിലും പ്രൊജക്ട് ചെയ്തപ്പോഴാണെങ്കിലും ഗൈഡുമായിട്ടുള്ള ബന്ധത്തിലാണെങ്കിലും വളരെ നന്നായി അത് യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞു. അത് PBKയിൽ പഠിച്ച വലിയൊരു കാര്യമാണ്. പരമപട്ടാരയിലെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഡിഗ്രി പഠനവും കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ എന്താണ് ചേട്ടന്റെ അനുഭവങ്ങൾ? ചേട്ടന്റെ അനുഭവങ്ങൾ ഞങ്ങളോട് ഒന്ന് പങ്കുവയ്ക്കാമോ? പരമപട്ടാരയിൽ അതായത് 10 വരെ പഠിച്ചു. അത് കഴിഞ്ഞ് +1 +2 പഠിച്ചു. പിന്നെ 4 കൊല്ലം BTech വിശ്വതി കോളേജിലാണ് പഠിച്ചത്. പിന്നെ 2 വർഷം MTech ഗവൺമെന്റ് കോളേജിലാണ് പഠിച്ചത്. കോളേജ് ലൈഫ് അതായത് ഒരു പ്രൈവറ്റ് കോളേജിൽ 4 വർഷം ഫുൾ നമ്മളെന്താ പറയുക വളരെ വ്യത്യാസമാണ്. അത് PGയിലേക്ക് ചെല്ലുമ്പോൾ ഒരു ഗവൺമെന്റ് കോളേജ് കൺസിഡർ ചെയ്യുമ്പോൾ അതായത് അവിടെ നമുക്ക് ഗേറ്റിൽ ഒരു സെക്യൂരിറ്റി പോലും ഇല്ല. എന്ത് വേണം നമ്മുടെ ഒരു ഫ്രീഡമാണ് ഒരു കോളേജ് ലൈഫ് MTech നമുക്ക് പ്രൊവൈഡ് ചെയ്തത്. പക്ഷെ നേരെ വിപരീതമായി BTech വളരെ അത്യാവശ്യം സ്ട്രിക്റ്റുമായിരുന്നു. ക്ലാസ് ഒക്കെ റെഗുലർ ആയിട്ട് നടക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മുടെ ഫ്രീഡം എല്ലാം വളരെ വ്യത്യാസമാണ്. അത് നമ്മൾ ഓരോ ജീവിതത്തിന്റെ ഓരോ സ്റ്റേജസിലൂടെ പോകുമ്പോൾ അത് വളരെ വ്യത്യാസമായിട്ടാണ് അനുഭവപ്പെട്ടത്. എന്തൊക്കെ വന്നാലും സ്കൂൾ ലൈഫ് തന്നെയായിരുന്നു വളരെ രസം. ഭാവിയെ കുറിച്ച് വിദ്യാർത്ഥികളോട് ചോദിക്കുമ്പോൾ ഇന്ന് അതിലൊരു നല്ല ശതമാനമെങ്കിലും പറയുന്നത് +2 കഴിയട്ടെ എന്നിട്ട് തീരുമാനിക്കാമെന്നാണ്. അവരോട് എന്താണ് ചേട്ടന്റെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്? +2 കഴിഞ്ഞ് തീരുമാനിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. പക്ഷെ ആ തീരുമാനത്തിൽ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കുന്ന വഴികൾ വളരെ ചെറുതായി പോകും അല്ലെങ്കിൽ വളരെ കുറവായിരിക്കും. അതായത്
10 കഴിയുമ്പോൾ നമുക്ക് 2 സ്ട്രീം, അല്ലെങ്കിൽ സയൻസോ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ എടുക്കാം. ആ ഒരു 3 സ്ട്രീമിൽ ഒതുങ്ങി നിന്ന് നമ്മുടെ പഠിത്തം പിന്നെ +2 കഴിയുമ്പോൾ വളരെ ഡിഫറെന്റ് ആയ ഫീൽഡിലേക്ക് തിരിയാൻ പറ്റും. അപ്പോൾ 10 കഴിയുമ്പോൾ നമ്മൾ, അല്ലെങ്കിൽ 10th കഴിയുമ്പോൾ നമ്മൾ എന്ത് തീരുമാനിക്കുന്നു അതുപോലെ ഇരിക്കും. നമുക്ക് അതിൽ നിന്നായിരിക്കും +2 കഴിയുമ്പോഴുള്ള നമുക്ക് ഏത് മേഖലയിലേക്ക് നമ്മുടെ പഠനം നീട്ടണമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ അതായത് ഇപ്പൊ ഏറ്റവും നല്ലത് 10th കഴിയുമ്പോൾ തന്നെ ഏകദേശം നമുക്കൊരു പാത്ത്, അല്ലെങ്കിൽ നമ്മളെപ്പോഴും പറയും ഒരു പ്ലാൻ എ പ്ലാൻ ബി, എന്തിനും ഒരു പ്ലാൻ എ പ്ലാൻ ബി ഉള്ളത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ രാജ്യം ഇന്ന് മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് തുടങ്ങിയ പല ആശയങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ കാലഘട്ടം എന്തായാലും ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആ ഒരു വിഭാഗത്തിലും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ചേട്ടന്റെ ഇനി ഭാവി പരിപാടികൾ? നമ്മള് PG, അതായത് M.Tech കഴിഞ്ഞ് നമുക്ക് ആദ്യം ചോദിച്ച പോലെ +2 കഴിയുമ്പോൾ നമുക്കുള്ള എന്തോരം ഓപ്പർച്യൂണിറ്റീസ് അതിന്റെ ലിമിറ്റ് ആയിരിക്കും ഒരു PG കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ഒരു ഡോക്ടറേറ്റ്, PG ഡോക്ടറേറ്റ് എടുക്കുക, അല്ലെങ്കിൽ റിസർച്ച് JRF പോലെ ജൂനിയർ റിസർച്ച് ഫെല്ലോ പോലെ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികളിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയർ റിലേറ്റഡ് ആയ കമ്പനി റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക. അങ്ങനെ പല ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. പക്ഷെ ഈ അവസ്ഥയിൽ വളരെ പരിമിതമാണ്. കാരണം കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഏത് ഓപ്പർച്യൂണിറ്റി, ഇപ്പോൾ റിസർച്ച് ആണെങ്കിൽ എല്ലാം എക്സ്റ്റെൻഡഡ് ആണ് വർക്കുകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേക ഫ്യൂച്ചർ പ്ലാൻ ഇല്ല. പോവുക, ഏത് രീതിയിലാണ് പോകുന്നത് അതുപോലെ പോവുക. ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് നൽകുമ്പോൾ തന്നെ പോയ വഴികളിൽ ഏതാണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന വിഷയം തിരഞ്ഞെടുക്കാൻ ചേട്ടന് പ്രേരണയായത്? വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു പ്രേരണയും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. വളരെ യാദൃശികമായി അലോട്ട്മെന്റ് വന്നപ്പോൾ കേരളത്തിൽ ഏറ്റവും ടോപ്പായ കോളേജ് ആദ്യത്തെ ഓപ്ഷനിൽ കൊടുത്തു. അതിൽ കോളേജിൽ 6 ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരുന്നു. നമുക്ക് 6 സ്ട്രീം സെലക്ട് ചെയ്യായിരുന്നു. അത് നമുക്ക് ഇഷ്ടമുള്ള ഒരു 3 സ്ട്രീം കൊടുത്തു. അതിലൊന്ന് ഇൻഡസ്ട്രിയലായിരുന്നു, പിന്നെ ഒന്ന് തെർമലും ഒന്ന് ഡിസൈനും ആയിരുന്നു. അങ്ങനെ വളരെ ചുരുക്കം, ഇവിടെ കോതമംഗലം MA കോളേജ്, അങ്ങനെ GC തൃശ്ശൂർ, അങ്ങനെ 3-4 കോളേജുകളാണ് കൊടുത്തത്. അപ്പോൾ ഫൈനൽ അലോട്ട്മെന്റ് വന്നപ്പോൾ യാദൃശ്ചികമായി ഇൻഡസ്ട്രിയിൽ കെട്ടി എടുത്തു, പഠിച്ചു. അതാണ് സംഭവിച്ചത്. അതായത് നമ്മള് പ്രീപ്ലാൻ ചെയ്തൊന്നും ചെയ്തതല്ല. ഇതൊക്കെ വളരെ യാദൃശ്ചികമായി നടന്നുപോയ, വളരെ 1-2 അലോട്ട്മെന്റുകളുടെ വ്യത്യാസത്തിൽ യാദൃശ്ചികമായി വന്നു പോയതാണ്. ഒരിക്കലും ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന ആഗ്രഹത്തോടെ പോയതല്ല. ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവരും വർക്ക് അറ്റ് ഹോം എന്ന നിലയിലാണ് പോകുന്നത്. ഇത് തീർച്ചയായും ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന വിഭാഗത്തിന് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇത് പുതിയ അവസരങ്ങളും രൂപപ്പെടുത്തുന്നുണ്ട്. എന്താണ് അപ്പോൾ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന വിഭാഗത്തിൽ ഇത് കൊണ്ടുവന്ന മാറ്റങ്ങൾ? ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി ഓറിയന്റഡ് ആയിട്ടാണ് കൂടുതൽ നമ്മുടെ സിലബസ് ഓറിയന്റഡ് ഒക്കെ പഠിക്കുന്നത്. എന്നാൽ ഇതിന്റെ ആപ്ലിക്കേഷൻ അങ്ങനെയൊന്നും അല്ല. അത് ശരിക്കും നമ്മൾ കുറച്ചുകൂടെ സോഫ്റ്റ്വെയർ ഓറിയന്റഡ് തന്നെയാണ് ഈ സബ്ജക്ട്. ഓരോ ഇൻഡസ്ട്രിയിലും അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എങ്ങനെ ഒരു പ്രോബ്ലം സോൾവർ പോലെ സോൾവ് ചെയ്യാമെന്നും അതിന് ഓരോ ഒപ്റ്റിമൈസേഷൻ മെത്തേഡ്സും, അങ്ങനെ കുറെ ടേംസ് റിലേറ്റഡ് ആയ, കുറെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയ ഒരു സബ്ജക്റ്റ് ആണ് ഇതിന്റെ ഒരു വാസ്റ്റ് ആപ്ലിക്കേഷൻ. എന്നാലും ഇതിനൊരു ഇൻഡസ്ട്രി കേന്ദ്രീകൃതമായതുകൊണ്ട് വർക്ക് ഫ്രം ഹോം എന്നൊരു സിറ്റുവേഷൻ വളരെ റയറാണ്. കാരണം അതൊരു ഇൻഡസ്ട്രി ചെന്ന് അവരുടെ പ്രോബ്ലം നമ്മൾ എങ്ങനെ തിയറട്ടിക്കലി അല്ലെങ്കിൽ അനലിറ്റിക്കലി സോൾവ് ചെയ്യുന്നു, അതാണ് മെയിൻ ആയിട്ട് ഇതിന് ഇൻക്ലൂഡഡ് ആയേക്കുന്നത്. അപ്പോൾ ഈ സബ്ജക്ട് ബേസ് ചെയ്ത് നമുക്ക് വർക്ക് ഫ്രം ഹോം വളരെ വിരളമാണ്. നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെയുള്ള IT മേഖലകളിലൊക്കെ നല്ല രീതിയിൽ ഇപ്പൊ ഉപയോഗപ്പെടുന്നുണ്ട്. ചേട്ടന്റെ ജീവിതത്തിൽ ഇപ്പൊ ഏറെ സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പഠനത്തിന്റെ രീതിയിലാണെങ്കിലും വേറെ പല രീതിയിലാണെങ്കിലും ഇതിൽ വളരെ ഏറെ നല്ലൊരു പങ്ക് തന്നെ സൗഹൃദങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഇപ്പോൾ സ്കൂൾ ജീവിതം കഴിഞ്ഞിരിക്കുന്നു, ഡിഗ്രി പഠനവും അതിനോടൊപ്പം തന്നെ M.Tech പഠനവും കഴിഞ്ഞിരിക്കുന്നു. 3 സ്ഥലങ്ങളിലെ സുഹൃത്ത് ബന്ധങ്ങളെ കുറിച്ച് എന്താണ് ചേട്ടന് പറയാനുള്ളത്? എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ എന്താണ് അവ ചേട്ടന് നേരിട്ടുള്ളത്? സ്കൂൾ ജീവിതത്തിൽ വളരെ നമ്മുടെ ഈ ഒരു ലോക്കാലിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത നമ്മുടെ സുഹൃത്ത് ബന്ധം അത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. വളരെ അടുത്ത് ഞങ്ങൾ ഒരു 3 പേര് ഒരുമിച്ച് LKG മുതൽ +2 വരെ ഇവിടെ പഠിച്ചവരാണ്. അപ്പൊ ആ ബന്ധം ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. കോളേജ് ലൈഫ് ആയപ്പോൾ അതൊരു പർട്ടിക്കുലർ പൊസിഷൻ, അല്ലെങ്കിൽ ഒരു ഏരിയയെ കോൺസെൻട്രേറ്റ് ചെയ്ത്, ആ ഒരു ജില്ലയെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ ആ സൗഹൃദം, അത് നമുക്ക് ഒരു എന്താ പറയുക, നമുക്കൊരു ഡൈവേഴ്സിറ്റി, നമ്മുടെ സൗഹൃദത്തിലെ ഒരു പുതുമ, അല്ലെങ്കിൽ നമുക്ക് കോമൺ ആയ കുറെ ആൾക്കാർ സ്ഥിരം നമ്മുടെ കൂടെ ഉണ്ട് ആ ഒരു 4 വർഷം. പക്ഷെ PG ചെയ്യാൻ, അതായത് ട്രിവാൻഡ്രം PG ചെയ്യാൻ ചെന്നപ്പോൾ നമ്മൾ അഭിമുഖീകരിച്ചത് പല കോളേജ്, അതായത് കേരളത്തിൽ തന്നെ പല പ്രമുഖ കോളേജുകളിലും പല കോളേജിലും പഠിച്ചിട്ട് വന്ന പിള്ളേരാണ്. അതായത് നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന 18 പേരും, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ഹോസ്റ്റലിലെ പിള്ളേരും എല്ലാവരും പല കോളേജ്, അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓരോ ജില്ലകളിലും പല കോളേജിലും പഠിച്ചത് തന്നെ സുഹൃബന്ധമാണ് കോളേജ് ലൈഫ്, അതായത് PG ലൈഫിൽ നമുക്ക് കിട്ടിയത്. അത് വളരെ വലിയൊരു അനുഭവമായിരുന്നു. കാരണം ഒന്നും അവരുടെ ഭാഷ, ഓരോ
ജില്ലയിലും അവരുടെ ഭാഷയിലുള്ള വ്യത്യാസം അത് വളരെ വ്യത്യാസമാണ്. നമ്മുടെ എറണാകുളം ജില്ലയിൽ സംസാരിക്കുന്ന ഭാഷയല്ല പല ജില്ലകളിലും. പല വ്യാകരണങ്ങളും അല്ലെങ്കിൽ അവരുടെ പ്രൊണൗൺസിയേഷൻ പോലും വളരെ വ്യത്യാസമാണ് പല ഭാഷകളും. അപ്പൊ അങ്ങനെ കുറെ ഭാഷ പഠിക്കാൻ പറ്റി. അങ്ങനെ അവരുടെ അതുപോലെ കൾച്ചർ, അതായത് ഓരോ ഏരിയയിലുള്ള അവരുടെ വിശ്വാസങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഓരോ ഉത്സവം കാര്യങ്ങൾ എന്താണെങ്കിലും അവര് പഠിച്ച കോളേജിലെ കാര്യങ്ങൾ, കോളേജിൽ പഠിച്ചു വന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരു എന്താ പറയുക ഒരു ഇന്റർ ഡിസിപ്ലിനറി ആയിപ്പോയി ഹോസ്റ്റൽ ലൈഫ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റി. അത് വലിയൊരു അനുഭവമാണ് കോളേജിൽ. അതായത് പല കോളേജുകളിലും പഠിച്ചു, അതായത് ബിടെക് പല കോളേജിലും പഠിച്ചു വന്ന പിള്ളേര് നമ്മുടെ കൂടെ പഠിക്കുമ്പോൾ നമുക്കും അറിയാൻ കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റി. കുറെ സ്ഥലങ്ങളെ പറ്റി അറിയാൻ പറ്റി. നമ്മൾ ഇതുവരെ കേട്ടുകേളി പോലും ഇല്ലാത്ത കുറെ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ പറ്റി. അതൊക്കെ ഒരു PG ലൈഫ് വളരെ രീതിയിൽ ഗുണം ചെയ്തു. അപ്പൊ അത് എപ്പോഴും ഇന്നും ആ സൗഹൃദം പഴയതുപോലെ തന്നെ തുടരുന്നു. 14 വർഷത്തെ സ്കൂൾ ജീവിതം ഏറെ അനുഭവങ്ങൾ തന്നിട്ടുണ്ടാകുമല്ലോ. അവ കോളേജ് ലൈഫിൽ നിന്ന് വളരെയധികം വ്യത്യസ്തവുമായിരിക്കും. അതിൽ എന്താണ് ഏറ്റവും കൂടുതൽ മനസ്സിൽ തങ്ങി നിൽക്കുന്നത്? ഈ കലാലയത്തിൽ ഏറ്റവും കൂടുതൽ തങ്ങി നിൽക്കുന്ന ഇവിടുത്തെ ആർട്സ് ഫെസ്റ്റിവലും അല്ലെങ്കിൽ ആനുവൽ ഡേയും കാര്യങ്ങളുമാണ്. ഓരോ ആർട്സ് ഫെസ്റ്റിവൽ ആണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ കോളേജ് ഫംഗ്ഷൻസ്, അതാണ് നമ്മളെ പഠിത്തത്തെക്കാളും ഏറ്റവും കൂടുതൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഓരോ പ്രോഗ്രാംസും അല്ലെങ്കിൽ അതിന്റെ കോർഡിനേഷൻ പരിപാടികളും വളരെ അതൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. കാരണം കോളേജില് ബിടെക്കില് നമ്മളവിടെ കോളേജിലെ പരിപാടികൾക്ക് പ്രവർത്തിക്കുമ്പോഴും എംടെക്കിലാണെങ്കിൽ പോലും നമുക്ക് കുറെ ഗുണം ചെയ്തിട്ടുണ്ട്. ഒരു പ്രോഗ്രാം എങ്ങനെ ഷെഡ്യൂൾ ചെയ്യണമെന്ന് വരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സ്കൂളിൽ നിന്ന് പഠിക്കാൻ പറ്റി. എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, അതൊരു വലിയ അനുഭവമാണ്. ഇവിടുത്തെ സ്കൂൾ ലൈഫ് വളരെയധികം ഗുണം ചെയ്തത് അത് വലിയൊരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ സ്കൂളിന്റെ ഇവിടുന്ന് ഒരു സോഫ്റ്റ് ബോൾ ടൂർണമെന്റ് ഉണ്ടായിരുന്നു, ഒരു ഇന്റർ ഡിസ്ട്രിക്ട് ലെവൽ. അപ്പൊ അങ്ങനെ മലപ്പുറത്ത് ഒരു 10 ദിവസത്തെ ട്രെയിനിങ് ക്യാമ്പിന് പോയി. അത് നമ്മുടെ സുഹൃത്തുക്കളുടെ സ്കൂളിലെ പിള്ളേരുണ്ടായിരുന്നു. അതും വലിയൊരു അനുഭവമായിരുന്നു. ഇവിടുത്തെ ക്യാമ്പും അതുപോലെ തന്നെ ക്ലാസ്സും ഗെയിംസും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ സ്കൂൾ നല്ല രീതിയിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. അതിപ്പോ ആർട്സ് കാര്യമാണെങ്കിലും അതൊരു പ്രോഗ്രാം കോർഡിനേഷൻ ആണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും എന്ത് രീതിയിലാണെങ്കിലും സ്കൂൾ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ കാലത്ത്. അപ്പൊ അതൊക്കെ ഒരു വലിയ അച്ചീവ്മെന്റ് ആയിരുന്നു. ഇന്നും നമ്മുടെ ആ ഗെയിംസും കാര്യങ്ങളും ഇവിടെ നടത്തിയ ഇന്റർ സ്കൂൾ മത്സരങ്ങളും ഒക്കെ ഒരു അനുഭവമായിരുന്നു. പർവ്വപെട്ടാരയിലെ വിദ്യാർത്ഥി എന്ന നിലയിൽ നിന്ന് ഇപ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. ഭാവിയിലും അധ്യാപനം എന്ന മേഖലയിൽ തന്നെ സജീവമാകാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഭാവി തലമുറയ്ക്ക്, ഞങ്ങൾ ഉൾപ്പെടുന്ന ഭാവി തലമുറയ്ക്ക് എന്ത് സന്ദേശമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്? അധ്യാപനം തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് തന്നെയാണ് വളരെ വലിയൊരു ആഗ്രഹം. അതുകൊണ്ടാണ് എംടെക് PG ചെയ്യാൻ പോയതും. പിന്നെ അത് ദൈവം അനുഗ്രഹിച്ചാൽ അത് കണ്ടിന്യൂ ചെയ്തു പോകും. ബാക്കിയൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ്. പിന്നെ രണ്ടാമത് ചോദിച്ച സന്ദേശം, ഞാൻ ബിടെക് പഠിക്കുമ്പോൾ, അതായത് ബിടെക് ഫൈനൽ ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ പഠിക്കുമ്പോൾ ഞങ്ങളുടെ കോളേജിൽ ഞങ്ങളുടെ ഒരു സാറുണ്ടായിരുന്നു. സാറ് MA കോളേജിൽ റിട്ടയർ ആയ ഒരു സാറായിരുന്നു. സാറിന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷനിൽ ഒരു കാര്യം നമ്മളോട് ആകെ സാറിന്റെ ഒരു മറുപടി പ്രസംഗം പോലെ പ്രസംഗിച്ചൊരു കാര്യമുണ്ട്. സാറ് ബൈബിളിലെ ഒരു കോട്ട എടുത്ത് പ്രസംഗിച്ചു. അതായത് ജസ്റ്റ് ഒരു കോട്ടയെ പറഞ്ഞോളൂ, ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, ബാക്കിയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. നമ്മുടെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന് നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിന് സത്യമോ നീതിയോ എന്ത് ചെയ്യുന്നോ അത് സത്യമായിട്ട് ചെയ്യാൻ സാധിച്ചാൽ അതാണ് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അതിപ്പോ താൻ ചെയ്യുന്ന പ്രവൃത്തി 100% ആത്മാർത്ഥതയോടെ തനിക്ക് ചെയ്യാൻ പറ്റിയ, താൻ കൊടുക്കുന്ന എഫേർട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അത് അത്ര നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മുടെ ഉപബോധ മനസ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഒരു വിശ്വാസം, അത് നമുക്ക് സാധിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം. നമ്മൾ ഇന്ന രീതിയിൽ നടക്കണം, ഇന്നയാൾ പറയണ കേൾക്കണം, ഇന്നതുപോലെ പോകണം എന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. നമുക്ക് നന്മ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാൾക്ക് ഒരു നന്മ ചെയ്യാൻ പറ്റിയ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഒരു ഇംഗ്ലീഷ് പോയറ്റ് അല്ലെങ്കിൽ ഒരു റൈറ്റിംഗ് ഞാൻ വായിച്ചത് ഇങ്ങനെ ഓർക്കുന്നു, ഡു ഓൾ ദ ഗുഡ്സ് യു ക്യാൻ, ഓൾ ദ മീൻസ് യു ക്യാൻ ആൻഡ് ഓൾ ദ വേസ് യു ക്യാൻ ആസ് ലോങ് ആസ് യു ക്യാൻ. അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എത്രയും നല്ല രീതിയിൽ എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക. അതാണ് ഒരു മനുഷ്യരാശിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ആ സാർ അന്ന് അവസാനം പറഞ്ഞ സെന്റൻസ് ആണ്, ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും. അതായത് നമ്മൾ വിശ്വസിക്കുന്ന ഏത് ദൈവത്തിലാണോ ആ ദൈവത്തിന്റെ അല്ലെങ്കിൽ ആ ഇതിൽ പിന്തുടർന്നുകൊണ്ട് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ നയിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സർവേശ്വരൻ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന സ്കൂൾ മാനേജ്മെന്റിനും അതുപോലെ തന്നെ എല്ലാവർക്കും ഉള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. താങ്ക് യു. എല്ലാവരും ശ്രദ്ധിച്ചല്ലോ, എൽദോ ചേട്ടന്റെ വിജയം നമുക്കൊരു പ്രേരണയാണ്. ചാനൽ വിദ്യാർത്ഥി രാജയിൽ ഇനി ന്യൂസ് ടൈമാണ്.
പോയ വാരത്തിലെ നമ്മുടെ വിദ്യാലയത്തിലെ വിശേഷങ്ങളും വാർത്തകളുമാണ് ന്യൂസ് ടൈമിൽ പങ്കുവയ്ക്കുന്നത്. ന്യൂസ് ടൈമിൽ ഇന്ന് നമുക്കൊപ്പം ബിന്ന മേരി ജോസഫ്. നമസ്തേ ഗായത്രി. കഴിഞ്ഞ ആഴ്ചയിൽ കേരളപ്പിറവിയോടനുബന്ധിച്ച് ഭാഷാസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കേരളപ്പെരുമ 2020 എന്ന പരിപാടിയും മലയാള ഭാഷാ വെബിനാറുമാണ് എടുത്തു പറയേണ്ടതായ ഒരു എഴുത്താണ്. പരമകൊട്ടാര കേന്ദ്രീയ വിദ്യാലയത്തിലെ ഭാഷാസമിതിയുടെ നേതൃത്വത്തിൽ കേരളപ്പെരുമ 2020 എന്ന പേരിൽ കേരളപ്പിറവി ദിനാഘോഷങ്ങൾ ആരംഭിച്ചത് ഒക്ടോബർ 31-നാണ്. കേരളപ്പെരുമ 2020 തുടക്കം കുറിച്ച് പ്രശസ്ത ശില്പിയും ദേശീയ പുരസ്കാര ജേതാവുമായ സുനിൽ തിരുവാണിയൂരിനെ ആദരിച്ചു. COVID-19 നിയന്ത്രണങ്ങൾ പാലിച്ചു നടന്ന ചടങ്ങിൽ പരമകൊട്ടാര കേന്ദ്രീയ വിദ്യാലയം പ്രിൻസിപ്പൽ മനോജ് മോഹൻ, ഭാഷാ സമിതി അധ്യക്ഷ ബിജി പ്രതാപൻ എന്നിവർ പ്രസംഗിച്ചു. കേരളപ്പെരുമ 2020 ഭാഗമായി മഹാകവി അക്കിത്തം സ്മൃതി, ശില്പകലയിൽ ദേശീയ പുരസ്കാര ജേതാവായ ശ്രീ സുനിൽ തിരുവാണിയൂരുമായുള്ള അഭിമുഖം, മലയാള ഭാഷാ വെബിനാർ എന്നീ വിവിധ പരിപാടികളാണ് വിദ്യാലയത്തിലെ ഭാഷാ അധ്യാപകരുടെ കൂട്ടായ്മയായ ഭാഷാ സമിതിയുടെ നേതൃത്വത്തിൽ ഓൺലൈൻ മാർഗം സംഘടിപ്പിക്കപ്പെട്ടത്. മഹാകവി അക്കിത്തം സ്മൃതിയോടെ ആരംഭിച്ച മലയാള ഭാഷാ വെബിനാറിന്റെ ഉദ്ഘാടനം പ്രശസ്ത കവിയും ചലച്ചിത്ര ഗാനരചയിതാവുമായ IS കുണ്ടൂറാണ് നിർവഹിച്ചത്. മലയാള കാവ്യ പ്രപഞ്ചം എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിൽ 100ഓളം അധ്യാപകർ പങ്കെടുത്തു. കേരളപ്പിറവി ദിനമായ നവംബർ 1 ചാനൽ വിദ്യാധിരാജയുടെ വാർഷികത്തോടനുബന്ധിച്ച് കേരളപ്പെരുമ 2020 ശില്പിയോടൊപ്പം എന്ന അഭിമുഖം സംപ്രേഷണം ചെയ്തു. നവംബർ 2 ഭാഷാ വെബിനാറിൽ കേരളപ്പിറവിയും മലയാള ഭാഷാ വികാസവും എന്ന വിഷയത്തിൽ ഭാഷാ പണ്ഡിതൻ B വിദ്യാസാഗരൻ, മാതൃഭാഷാ പ്രബോധനത്തിന്റെ അനിവാര്യത എന്ന വിഷയത്തിൽ മലയാള ഭാഷാ അധ്യാപികയായ ബിന്ദു രാജൻ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും 100ഓളം മാതൃഭാഷാ അധ്യാപകർ പങ്കെടുത്ത മലയാള വെബിനാർ നവംബർ 2 സമാപിച്ചു. വിദ്യാലയ മാനേജർ ശ്രീനി C, പ്രിൻസിപ്പൽ മനോജ് മോഹൻ, ഭാഷാ സമിതി അധ്യക്ഷ ബിജി ടീച്ചർ, മലയാള ഭാഷാ അധ്യാപകരായ ദീപ്തി ടീച്ചർ, അപർണ ടീച്ചർ, സിബി ടീച്ചർ, വിദ്യാവർദ്ധനം കോർഡിനേറ്റർ KG ശ്രീകുമാർ എന്നിവർ വെബിനാറിൽ സംസാരിച്ചു. കേരളപ്പെരുമ ഒരു മഴയായി നമ്മുടെ മനസ്സിൽ പെയ്തിറങ്ങി. ഇനി ടീച്ചേഴ്സ് ടോക്കാണ്. എല്ലാ ആഴ്ചയും നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ നമുക്ക് നൽകുന്ന സന്ദേശമാണ്. ഇത് മൊഴിമുത്തുകളാണ്. എല്ലാവരും ഇത് ഡയറിയിൽ കുറിച്ചു വെക്കുമല്ലോ. ഇന്നത്തെ ടീച്ചേഴ്സ് ടോക്കിൽ നമ്മളോട് സംസാരിക്കുന്നത് ഷിബി ടീച്ചറാണ്. ടീച്ചർ നമസ്തേ. Namaste. Practice like you have never won. Perform like you have never lost. Children's Day is a day dedicated not only to children but also a day dedicated to love. Chataji's love for children is well known and hence his birthday is commemorated as Children's Day in India. I believe every child brings more love into this world. When I see you, my heart swells with pride and love. You are the future of the nation and the citizens of tomorrow. You have the potential to transform tomorrow. My dear children, never allow negative thinking influence your personality. It always leads you to a wrong path. Remember, obstacles come in our life to prepare us for something bigger. Life is full of ups and downs. Face it with courage and you will never fail in your life. My dear children, see yourself as a good human being. You should respect and show gratitude to those who help you in your rise. I long for the day your achievements will be celebrated by all of us. Make your parents and teachers proud. My heartfelt love to all of you. God bless you, dear. Thank you. ടീച്ചറിന്റെ സന്ദേശം നമുക്ക് മനസ്സിൽ നിറയ്ക്കാം. ഈ കൊറോണ കാലത്ത് മണ്ണിൽ പൊന്നു വിളയിച്ച കൂട്ടുകാരുടെ കൃഷിത്തോട്ടത്തിലേക്ക് ഒന്ന് പോയാലോ? എന്റെ മണ്ണിൽ എന്റെ കൃഷി ഒരാദർശമായിരുന്നു നമുക്ക്. ഈ ആഴ്ചയിൽ അവരിൽ ചിലരെ നമുക്ക് പരിചയപ്പെടാം.
സന്ദർശിക്കാനുണ്ട്. അത് അടുത്തയാഴ്ചയാകാം. ഇനി വിജ്ഞാനത്തിന്റെ ചെപ്പു തുറക്കാം. ലോക വാർത്തകളുമായി ദേവിക PA നമ്മോടൊപ്പം ചേരുന്നു. ദേവിക, നമസ്തേ. കഴിഞ്ഞ ആഴ്ചയിലെ ലോക വൃത്താന്തങ്ങൾ നമ്മുടെ ചാനൽ വിദ്യാധിരാജയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാം. Welcome to World at a Glance. I'm Devika. Let's have a look at the latest week important news around the globe. World. We know that United States of America followed a well-developed democratic system. It is the shortest constitution in the world, but at the same time, in the election process, it followed a well-established election procedure. The post of US President is a powerful position in the world because US has the ability to influence the matter of all around the world. The 59th quadrennial presidential election was held on 3rd November 2020, and the whole world is waiting for the official announcement of the 46th US President. Let's wait for the final result. Joe Biden of Democratic Party or Donald Trump of Republican Party. National news. Foreign Secretary Harshvardhan Shringla confirmed that India will not compromise on its territorial integrity. He was responding to a question on the recent border tension with China in eastern Ladakh during an interview to a German news channel. This spawned in the deterioration in terms of the ties between the two countries. Defense Research and Development Organization reported the successful test firing of a new version of Pinaka rocket system off the coast of Odisha. Enhanced version of Pinaka rocket system developed by Defense Research and Development Organization would replace the existing Pinaka MKI rockets. The rocket has a range of around 37 km. News from the state. Legendary filmmaker Hariharan bagged J.C. Daniel Award for his exemplary skills in filmmaking, which leaves audience spellbound. His mastery in his field is visible in his film, especially Oru Varkan Veeragatha. Eഴുത്തച്ഛൻ Award for writer Paul Zakaria. The 28th Eഴുത്തച്ഛൻ Award, the highest literary honor of the Kerala government, was won by renowned writer Paul Zakaria. He was selected for his overall contribution to Malayalam literature. Sports. Marlon Samuels announced retirement from all forms of cricket. Marlon Samuel is the only man to be named as a player of the match in 2 ICC finals. He top scored in both 2012 and 2016 T20 World Cup finals to help the West Indies to win the tournament. Thank you. Have a wonderful week ahead. ഈ വിജ്ഞാന ചെപ്പോടെ ചാനൽ വിദ്യാധിരാജയുടെ ഈ ആഴ്ചത്തെ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനിയും കാണാം പുതിയ വൃത്താന്തവും വിനോദവും വിജ്ഞാനവുമായി അടുത്ത ഞായറാഴ്ച വൈകിട്ട് 7:30. നമസ്തേ.